നമുക്ക് ഏപ്രാസ്യയുടെ തിരുനാളോടനുബന്ധിച്ച് 18ാമത്തെ വാർഷികമാണിത്. ഒരു തിരുനാളാണിത്. ഈ തിരുനാൾ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഏപ്രാസ്യമ്മ. പലരും നേരിട്ട് അതിൽ നിന്ന് ആരംഭിച്ച് അതുപോലെ തന്നെ ഒല്ലൂർ ആ കപ്പേരുടെ അടുത്ത് വരെ മറ്റു വേദിക സദസ്സിലുമുള്ള ഏപ്രാസ്യമ്മയുടെ ഈ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സന്യാസ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, നേരത്തെ നടക്കണച്ചൻ പറഞ്ഞതുപോലെ ഈ പള്ളിയിലും ഇവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളിലും എല്ലാം പങ്കാളിയാകുന്ന ഏപ്രാസ്യമ്മയുടെ ഭക്തരായ കുടുംബാംഗങ്ങളിൽ ഒരാൾ തന്നെയാണ് കുറേ കാലമായി ഞാൻ. തീർച്ചയായും പതിനെട്ട് നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുണ്ട്. വിശുദ്ധിയായ ഏപ്രാസ്യമ്മയുടെ തിരുനാളായതുകൊണ്ട് തന്നെ മറ്റന്നാൾ നടക്കുന്ന തിരുനാളിൻ്റെ ഭക്ഷണ ചടങ്ങുകളിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്നാണ് നേരത്തെ ലഭ്യമായിട്ടുള്ള അറിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എത്ര പേർ വന്നാലും എത്ര നേരമെടുത്താലും എത്തിയ മുഴുവൻ പേർക്കും ഭക്ഷണം കൊടുത്ത് അവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്ത് തിരുനാളിൻ്റെ വിശുദ്ധമായിട്ടുള്ള നടത്തിപ്പുകളെല്ലാം ഏറ്റവും ശ്രദ്ധയോടെ നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഏപ്രാസ്യമ്മയുടെ സന്യാസി സമൂഹവും വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസികളും അതിൻ്റെ സംഘാടകരും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന പേരിൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന ഒരു സന്ദേശം ലോകത്തിനോട് പറയാൻ നമ്മളെ പഠിപ്പിച്ച, എപ്പോഴും സ്ഥിരസന്നിധിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ സഞ്ചരിക്കുന്ന സക്രാരി എന്ന് പോലും വിളിക്കാൻ മടി കാണിക്കാത്ത, എപ്പോഴും പ്രാർത്ഥനയും എപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടിയുള്ള നിലപാടും എപ്പോഴും വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി മുറുകെ പിടിച്ച ചിന്തയും ഒക്കെയായി നമുക്കിടയിൽ ജീവിക്കുകയും 2006 തന്നെ വിശുദ്ധയായി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെടുകയും 2015 വിശുദ്ധരുടെ നിരയിലേക്ക് മാർപ്പാപ്പ തന്നെ ആനയിക്കുകയും ചെയ്ത ഏപ്രാസ്യമ്മയുടെ തിരുനാളും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകളും തീർച്ചയായും നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള പരിശ്രമത്തിൽ നമുക്ക് കരുത്തു നൽകും എന്ന് ഒരിക്കലും സംശയമില്ലാത്ത കാര്യമാണ്. ഒല്ലൂർ അറിയപ്പെടുന്നത് ഏപ്രാസ്യമ്മയുടെ, വിശുദ്ധയായ ഏപ്രാസ്യമ്മയുടെ കൂടി പേരിലാണ്. നമ്മുടെ ഓരോ നടപടികൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും കരുത്തായി ആ സാക്ഷ്യപ്പെടുത്തലും നമുക്ക് വേണ്ടി നടത്തുന്ന ആ വിശ്വാസ ചിന്തയും എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഇത്തവണ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മാത്രമാകരുത്. ഇത്തവണ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമാകരുത്. നമ്മളോടൊപ്പം വിശുദ്ധമായിട്ടുള്ള ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ജീവിച്ചിരിക്കേണ്ട ഒരുപാട് മനുഷ്യർ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിലെ ചൂരൽമലയിൽ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ദുരന്തം കൂടി ഏറ്റുവാങ്ങുന്ന ഒരു ഘട്ടമാണിത്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു ദിവസം തിങ്കളാഴ്ച ഇവിടെ വന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിച്ചേർത്ത് യോഗം നടത്തുമ്പോൾ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഇത്തവണ വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തിൻ്റെ പേരിൽ ആഘോഷങ്ങളെല്ലാം നമുക്ക് ഇത്തിരി കുറയ്ക്കേണ്ടി വരും. ഞാൻ അച്ഛനോട് പറഞ്ഞു, ആഘോഷങ്ങൾ ഇത്തിരി കുറയ്ക്കുന്നത് കൊണ്ട് വിരോധമില്ല, പക്ഷേ വിശുദ്ധമായ ഏപ്രാസ്യമ്മയുടെ തിരുനാൾ ഏറ്റവും ഗംഭീരമായി നമുക്ക് നടത്തേണ്ടത് മരണപ്പെട്ടവരുടെയും അവരുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി വലിയ വിധത്തിലുള്ള പ്രാർത്ഥനകൾ മുഴുകാനുള്ളൊരു അവസരം കൂടിയായി ഇതിനെ ഉപയോഗിക്കുകയാണ് ഏറ്റവും പ്രധാനം.